സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു മാസക്കാലത്തെ എന്താ പറയുക, ഈ അന്വേഷണത്തിൻ്റെ സത്യസന്ധമായ പോക്ക് ഇത് ഇതിൻ്റെ ഒരു എൻഡിലേക്ക് എത്താൻ സാധിക്കും. 2-3 മാസം കൊണ്ട് ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ പോകുന്ന സ്പീഡിൽ, ഇപ്പോൾ പോകുന്ന ജാഗ്രതയിൽ, ഇപ്പോൾ പോകുന്ന ഈ സത്യസന്ധതയിൽ പോലീസ് മുന്നോട്ട് പോയാൽ മാമിക്ക് എന്ത് സംഭവിച്ചു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പൊതുസമൂഹം ഗവൺമെൻറ്റിലും മുഖ്യമന്ത്രിയിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് പോലീസിലെ ഈ പറയുന്ന ചെറിയ പുഴുക്കുത്തുകളുണ്ടാക്കിയ ക്രിമിനലിസം, കേരളം മുഴുവൻ അൺസേഫാണ് എന്ന രീതിയിലുള്ള വരുന്ന വാർത്തകൾ, അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിൽ സത്യസന്ധമായൊരു പോലീസ് എൻക്വയറി നടന്ന് ഇതിനൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ നിമിഷം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക്, ഈ വിഷയത്തിലൊരു പരാതിക്കാരൻ എന്ന നിലക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ലത് വരട്ടെ എന്ന് നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം. അല്ല, ഞാൻ അങ്ങനത്തെ വാദഗതിയൊന്നും എനിക്കില്ല. അതിൽ ആളാവാനും ഞാനില്ല. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മളിതൊരു ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക, ഒരു ബാധ്യത എന്ന നിലക്ക്, ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം എന്ന നിലക്ക് ഞാൻ ഇറങ്ങി തിരിച്ചാണ്. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ നേരിൽ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടാവും, അറിയുന്നുണ്ടാവും. പക്ഷേ ഞാൻ നേരിൽ ബന്ധപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിൽ എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. അതിൽ മാമിയുമായി ബന്ധപ്പെട്ട ചില സൂചനകളും കൊടുത്തിട്ടുണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഞാനിപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന, മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തിട്ടുള്ള ഈ വളരെ സീരിയസ് ആയിട്ടുള്ള മാമി കേസ് അടക്കമുള്ള കേസുകൾ മൊത്തത്തിൽ ഇതൊരു ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഈ പറയുന്ന അജിത് കുമാറിൻ്റെ, DGP അജിത് കുമാറിൻ്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇൻവോൾവ്മെന്റ് ഈ കേസിലുമുണ്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അല്ല, ക്രൈംബ്രാഞ്ച്, എനിക്ക് ഈ കുടുംബത്തോട് അപേക്ഷിക്കാനുള്ളത്, ഇവരിപ്പോൾ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോർട്ടിൽ CBI അന്വേഷണത്തിന് പോയിട്ടുണ്ടല്ലേ വെക്കാൻ, അടുത്ത മാസത്തേക്ക് വെച്ചിട്ടുണ്ട്. എനിക്ക് ആക്ഷൻ കമ്മിറ്റിയോടും കുടുംബത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, 1-ാം തീയതി കേസ് വരുമ്പം നിങ്ങളത് നോട്ട് പ്രസ് പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു അന്വേഷണം കഴിയുന്നത് വരെയെങ്കിലും നിങ്ങൾ കാത്തിരിക്കണം. കേരളത്തിൽ തന്നെ നല്ല ഉദ്യോഗസ്ഥരുണ്ട്, സത്യസന്ധരായ എത്രയോ IPSകാരും അതിലേക്ക് താഴേക്കുള്ള DYSPമാരും CIമാരും SIമാരും നല്ല മിടുക്കരായിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾമാരുമുള്ള ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിങ്ങുള്ള സ്റ്റേറ്റാണ്. ലോകത്തിലെ തന്നെ പല പോലീസിങ്ങിനോടും കിടപിടിക്കുന്ന കുറ്റാന്വേഷണ ഹിസ്റ്ററിയിലുള്ള പോലീസാണ്. അപ്പം ഇതിനെ ഒന്ന് പിടിച്ച് തിരിച്ചതിനപ്പുറം ഈ സംവിധാനത്തിൻ്റെ അടിത്തറ പൊളിഞ്ഞു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എനിക്കെൻ്റെ ഈ കുടുംബത്തോടും ആക്ഷൻ കമ്മിറ്റിയുടെ എന്താ പറയുക സംഘാടകരോടും കമ്മിറ്റിക്കാരോടും പൊതുസമൂഹത്തിന് മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ഈ അന്വേഷണം കൂടി ഒന്ന് മുന്നോട്ട് പോട്ടെ. അടുത്ത 1-ാം തീയതിയാണ് ആ പെറ്റീഷൻ വരുന്നതെങ്കിൽ തൽക്കാലം കോടതിയിൽ വക്കീലിനോട് പറഞ്ഞിട്ട് അത് നോട്ട് പ്രസ് പറഞ്ഞ് അത് മാറ്റിവെപ്പിക്കണം. നമ്മൾ 1-2 മാസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ CBI വന്നുകൊണ്ട് ഈ കേസ് തെളിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് CBI ഞാൻ തള്ളിപ്പറയുകയല്ല, ഈ പറയുന്ന DGP അജിത് കുമാറിനും സംഘത്തിനുമൊക്കെ വ്യക്തിപരമായ പല ബന്ധങ്ങളും ഇത്തരം മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലെവലിലുള്ള, കാരണം അത്രയും ക്രിമിനൽ മൈൻഡുള്ള ആളുകളാണ് ഇപ്പുറത്തുള്ളത് എന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച്, മാമിയുടെ കുടുംബത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ വിശ്വാസം അർപ്പിച്ച് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ അറിയാലോ. അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം.